15ാം കേരള നിയമസഭയുടെ 16ാമത് സമ്മേളനത്തിൻ്റെ 6ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിനാറാമത് സമ്മേളനത്തിൻ്റെ 6ാം ദിനമായ ഇന്ന് സഭയിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടന്നു. സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിനായി നിയമസഭാ ഹാളിലെത്തിയത്. ബജറ്റ് അവതരണത്തിനായി രാവിലെ 8:55 നിയമസഭയിലെത്തിയ ധനമന്ത്രി KN ബാലഗോപാൽ സ്പീക്കർ AN ഷംസീറിനെ അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി സന്ദർശിച്ചു. തുടർന്ന് നിയമസഭാ ഹാളിലേക്ക് എത്തിയ ധനമന്ത്രി മറ്റ് നിയമസഭാ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ധനമന്ത്രി എന്ന നിലയിൽ തന്റെ 6ാമത്തെ ബജറ്റാണ് ശ്രീ KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത്. ധനമന്ത്രി എന്ന നിലയിൽ ഞാൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റാണിത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ അവതരിപ്പിച്ച ഓരോ ബജറ്റും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് കൃത്യമായി ആസൂത്രണം ചെയ്ത പരിപാടികളുടെ പ്രഖ്യാപനങ്ങളായിരുന്നു. 1.82 ലക്ഷം കോടി രൂപ റവന്യൂ വരവും 2.4 ലക്ഷം കോടി രൂപ ആകെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നടപ്പിലാക്കി എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം ആരംഭിച്ചത്. എല്ലാ മേഖലകളിലും കേരളം അഭിമാനകരമായ നേട്ടം കൈവരിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നടപ്പിലാക്കി എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് നടപ്പ് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ നോർമലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ധനമന്ത്രി പ്രഖ്യാപിച്ചു. കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. നിലവിൽ +2 തലം വരെ ഉണ്ടായിരുന്ന സൗജന്യ വിദ്യാഭ്യാസം ഡിഗ്രി തലം വരെയാക്കി ഉയർത്തി. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി വയോജന ബജറ്റ് അവതരിപ്പിക്കുന്ന സംസ്ഥാനമായും കേരളം മാറി. വയോജനങ്ങളുടെ സംരക്ഷണാർത്ഥം എൽഡർലി ബജറ്റ് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായും കേരളം മാറി. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമാണ് ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വയോജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ സംരക്ഷണവും വളരെ ഗൗരവത്തോടെ സർക്കാർ കാണുന്നു. ഇത്തവണ എൽഡർലി ബജറ്റ് എന്ന ഒരു പുതിയൊരു പ്രമാണം കൂടി ബജറ്റ് രേഖകൾക്കൊപ്പം സർക്കാർ അവതരിപ്പിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു രേഖ അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ വികസന കുതിപ്പിന് ഊർജ്ജമേകുന്ന നിരവധി പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചു. കണക്ട് വർക്ക് സ്കോളർഷിപ്പിന് 400 കോടി രൂപ, 2134.5 കോടി രൂപ ചെലവിൽ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം, തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി എന്നിവ ബജറ്റിൽ ഇടം പിടിച്ചു. ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ 5,25,000-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു. അഭ്യസ്ത വിദ്യരും തൊഴിലിനായി വിവിധ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ ചെറുപ്പക്കാർക്ക് ഒരു പ്രോത്സാഹന സഹായം നിലയിൽ 5 ലക്ഷം ചെറുപ്പക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ഇതുവരെ ഈ പദ്ധതിയിൽ 68,731 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വടക്കൻ കേരളത്തിൻ്റെ ചിരകാല സ്വപ്നമായ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചു. മുൻ വർഷത്തിൽ നിന്നും അധികമായി തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി രൂപ വകയിരുത്തുകയാണ്. സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് പരിധിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്കായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നു. ലൈഫ് പദ്ധതിയിലൂടെ 4,81,935 കുടുംബങ്ങൾക്ക് LDF സർക്കാർ അടച്ചുറപ്പുള്ള വീടുകൾ നൽകി. കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റാണ് ശ്രീ KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത്. 2 മണിക്കൂറും 53 മിനിറ്റുമായിരുന്നു അവതരണം. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രസംഗം 11:53 പൂർത്തിയായത്. തോമസ് ഐസക്കിനും ഉമ്മൻചാണ്ടിക്കും ശേഷം കേരള നിയമസഭയിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. 2 മണിക്കൂറും 53 മിനിറ്റുമായിരുന്നു അവതരണം. ഒന്നാമത് കേരള ഫോർമേഷന് ശേഷം 15ാമത് കേരളയിലേക്ക് എത്തുമ്പം 77ാമത്തെ ബജറ്റ് 77th ബജറ്റാണ് ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ഡോക്ടർ TM തോമസ് ഐസക് 1ഉം 2ഉം, 3 ശ്രീ ഉമ്മൻചാണ്ടി സാർ, 4 ശ്രീ KN ബാലഗോപാലിൻ്റെ ഇന്നത്തെ സ്പീച്ചാണ് ഏറ്റവും ലെങ്തിയസ്റ്റ് സ്പീച്ച്. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്.
ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.